എറണാകുളം കളക്ടറേറ്റിലെ ഫ്യൂസ് ഊരി KSEB 30 ഓഫീസുകളിൽ ഇപ്പോൾ കറണ്ടില്ല. കുടിശ്ശിക വരുത്തിയതോടെയാണ് KSEBയുടെ ഈ നടപടി. രാഗിൻ ചേരുന്നു. രാഗിൻ, കടുത്ത നിലപാടിലാണല്ലോ KSEB. 30 ഓഫീസുകൾ കറണ്ടില്ല. അപ്പോൾ പൊതുജനവും വലയുകയാണ്. എന്താണ് പരിഹാരം? ഇത് ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ്റെ ഓഫീസാണ് കളക്ടറേറ്റിൽ. ഇവിടെ പല ഓഫീസുകളിലും കറണ്ട് ഇല്ലാത്ത സ്ഥിതിയാണ്. പലരും ഇവിടെ ഈ ഇരുട്ടത്തടക്കം ഇരുന്ന് ജോലിയെടുക്കേണ്ട ഒരു സ്ഥിതിയിലാണുള്ളത്. KSEB നേരത്തെ ഫ്യൂസ് ഊരിയിരുന്നു. അതിൻ്റെ ഭാഗമായി 30ഓളം ഓഫീസുകളിൽ കറണ്ടില്ലാത്ത സ്ഥിതിയാണ്. ഫാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കറന്നില്ല. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങളും ആളുകൾക്കുണ്ട്. കാരണം ഇപ്പോഴും ഫാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മുകളിൽ ഫാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാത്ത ഒരു നിലയാണുള്ളത്. പലരും UPSൻ്റെയും ഒക്കെ ഒരു ബാക്കപ്പിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത്. പലർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും ഇത് അടക്കമുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഈ എറണാകുളം കളക്ടറേറ്റിലുള്ളത്. 30ഓളം ഓഫീസുകൾക്ക് കറണ്ട് ഇല്ലാത്ത സ്ഥിതിയുണ്ട്. പലരും നമുക്ക് കാണാം, മൊബൈൽ ഫോണിൻ്റെ ലൈറ്റ് അടക്കം വച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് ഇവർ ഇപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ഉള്ളത്. എന്തായാലും ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ കളക്ടർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള നോട്ടീസ് നൽകിയിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. പക്ഷേ അതിനുശേഷവും കുടിശ്ശിക അടച്ചിരുന്നില്ല. നേരത്തെ KSEB ചില ഇളവുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നൽകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കമ്പനി രീതിയിൽ അവർ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ കാര്യങ്ങളും ഒരു കർശനമായി നീക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 5 മാസമായി ഈ ഒരു സ്ഥിതിയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ 5 മാസമായി കുടിശ്ശിക അടച്ചിട്ട് പണം അടച്ചിട്ട് എന്നതാണ് വ്യക്തമാകുന്നത്. ഒരു സാമ്പത്തിക പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ രാഗിനി? ഈ പ്രശ്നം പരിഹരിക്കണമല്ലോ. കളക്ടറുടെ മറ്റോ പ്രതികരണം വന്നിട്ടുണ്ടോ? കളക്ടറോട് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. പല ഓഫീസുകളിലും ഈ പ്രശ്നങ്ങളുണ്ട് എന്നാണ് കളക്ടർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും അക്കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഉടൻ തന്നെ ഈ ഫണ്ട് അടച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു 40 വർഷം പഴക്കമുള്ള വയറിംഗ് ആണ് ഈ കളക്ടറേറ്റിലുള്ളത്. അതുകൊണ്ട് ഒരു 16ഓളം ഓഫീസുകളിലാണ് ഇപ്പോൾ ഈ പ്രശ്നമുള്ളത്. പക്ഷേ അത് ബാധിക്കുന്നത് ഈ 40ഓളം ഇടങ്ങളിലേക്കാണ്. ഇവിടെ നിരവധി സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി വിഭാഗങ്ങളുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇവർ എത്തിയപ്പോഴാണ് പലർക്കും കറണ്ട് ഇല്ലാത്ത സ്ഥിതി മനസ്സിലാകുന്നത്. മാത്രമല്ല, ബാക്കപ്പ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്നു. ഫാൻ ഉൾപ്പെടെ ഇല്ല. പലരും, പ്രത്യേകിച്ചും കനത്ത ചൂടാണ്, നമുക്കറിയാം. പ്രത്യേകിച്ചും ഇപ്പോൾ നല്ല ചൂടാണ്. ഈ സമയത്ത് പോലും ഇത്തരത്തിൽ ഒരു ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ്. പലർക്കും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല. കാരണം അവർ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കരുതെന്ന നിർദ്ദേശം അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതാണ് ഇപ്പോൾ എറണാകുളം കളക്ടറേറ്റിലെ ഒരു സ്ഥിതി. ഇപ്പോൾ KSEB ഫ്യൂസ് ഊരിയതിൻ്റെ പശ്ചാത്തലത്തിൽ കറണ്ടില്ലാതെ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കറണ്ടില്ലാതെ ജോലിയെടുക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഉള്ളത്. ഇത് ആദ്യമായാണോ ഇങ്ങനെ ഫ്യൂസ് ഊരിക്കൊണ്ട് പോകുന്നത് KSEB ഈ കളക്ടറേറ്റിലെ പ്രധാനപ്പെട്ട ഓഫീസുകളുടെ, അതോ പതിവാണോ? സാധാരണ ഇത് സംബന്ധിച്ചുള്ള ചില ഒരു ഇളവുകളൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം KSEB ഉൾപ്പെടെ ഇത്തരം ചില ഒരു ഇളവുകളും മറ്റു കാര്യങ്ങളുമൊക്കെ അവർ നൽകാറുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ കൂടി കർശനമായി നടപ്പാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞൊരു 5 മാസമായി ഇത് നിരവധി തവണ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഈ കുടിശ്ശിക അടച്ചിരുന്നില്ല എന്നതാണ് വ്യക്തമാകുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫ്യൂസ് ഊരിയത്. 16ഓളം ഓഫീസുകളെയാണ് പ്രധാനമായും ബാധിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്യൂക്കേഷൻ്റെ ഓഫീസുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ഓഫീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. പലയിടങ്ങളിലും ഇതാണ് അവസ്ഥ. ഫാൻ ഉൾപ്പെടെ കറങ്ങുന്നില്ല. അതോടൊപ്പം തന്നെ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇപ്പോൾ ജീവനക്കാർക്കുണ്ട്. ഇപ്പോൾ എന്തായാലും ഇത് ഒരു തിരുവനന്തപുരത്തേക്ക് അടക്കം ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഇവർക്ക് ഉദ്യോഗസ്ഥർക്കടക്കം ഇത് കിട്ടിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ ഒരു കളക്ടറേറ്റിലെ സ്ഥിതി ഇതാണ്. ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരു ദൃഷ്ടാന്തമായി ഇതിനെ വ്യാഖ്യാനിക്കാം, ഇതിനെ കാണാം എന്ന് വേണം പറയാൻ. ശരി, എറണാകുളം കളക്ടറേറ്റിലെ ഫ്യൂസ് ആണ് KSEB ഊരിയത്. അടയ്ക്കാൻ പൈസ ഇല്ലാത്ത സ്ഥിതിയാണ്. 30ഓളം ഓഫീസുകളിൽ കറണ്ടില്ലാതെ ഇപ്പോൾ പ്രവർത്തിക്കേണ്ടി വരുന്നു. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.